ഇന്ന് എൻ്റെ അലോണയ്ക്ക് ചോറ് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഒരേ വാശി. അപ്പോൾ എന്തേലും അവൾക്ക് കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട് എന്നും ഓട്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ലല്ലോ, അതൊരു മടുപ്പാവും. അതിന് ഞാനിന്നൊരു വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കിയേ. പാലിനകത്തേക്ക് കുറച്ച് ഓട്സൊക്കെ ഇട്ടു. നമ്മുടെ നാരങ്ങാ വെള്ളത്തിലൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ കസ്കസും ഒക്കെ ഇട്ട്. അപ്പം ഈ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ല കുറുകലൊക്കെ വരും. എന്നിട്ട് അതിന് പഞ്ചസാരയ്ക്ക് പകരം ഞാനത് ഹണിയാണ്, തേനാണ് ഉപയോഗിക്കുന്നത്. കസ്കസും എല്ലാം ഇട്ട് തേനും ഒഴിച്ച്. എനിക്ക് മറ്റേ പിസ്തയായിരുന്നു ഉണ്ടായിരുന്നത്. അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനകത്ത് മുറിച്ചിടാം. ഞാൻ പക്ഷേ എൻ്റെ പിസ്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പിസ്തയൊക്കെ തൊലി പൊളിച്ച് അതിനകത്തേക്ക് അരിഞ്ഞൊക്കെ ഇട്ടു. എന്നിട്ട് കുറച്ച് ഹണിയെല്ലാം ഒഴിച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വാശി പിടിക്കുമ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം എന്നും ഒരേ രീതിയിലാണ്. കുറച്ച് പഴം കൂടെ ഞാൻ ചേർത്തു. എനിക്ക് പൂവമ്പഴം ഒന്നും ഇല്ലായിരുന്നു, പാളയംകുടം പഴമായിരുന്നു. ഞാൻ ഉള്ള പഴം കൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നേ. അതിൽ നല്ല ടേസ്റ്റായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തിന് ഇപ്പം വൈകിട്ടൊക്കെ ചോറൊക്കെ കഴിക്കാതിരിക്കുന്നതുകൊണ്ടേ ഇങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ. അതുകൊണ്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തി ഫുഡാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല രസവുമാണ്. തണുത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഒന്നുകൂടെ നല്ല കുറുകി നല്ല പരുവത്തിന് പാകത്തിലിരിക്കും. എന്തായാലും അലോണയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്ത് ഞാനിങ്ങനെ ഒന്ന് ഒതുക്കിയിരുത്തും. കാരണം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ചോറ് വേണ്ട. എന്നെ എടുത്തിട്ട് നമ്മൾ പിന്നെ കഴിക്കാതിരിക്കുന്നത് എങ്ങനെ? അല്ലേ പിന്നെ കഴിച്ചില്ലെങ്കിൽ 12 മണിയാകുമ്പോൾ എന്നെ വെച്ചിട്ട് പറയും എന്നെ വിശക്കുന്നേന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എന്തേലും ഒന്ന് കൊടുത്തിട്ടിരുത്തുവാണെങ്കിൽ നമുക്ക് സമാധാനം, അവർക്ക് സമാധാനം. അപ്പം ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.